സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, അവരെ അണിയിച്ചൊരുക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ പലരും എന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ പുറകിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കുന്നു ഞാൻ കരുതുകയാണ്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിനത്തിന്റെ ആശംസകൾ. നിങ്ങളിങ്ങനെ അണിഞ്ഞൊരുങ്ങി മേക്കപ്പിട്ട് തലയിൽ പൂവും ചൂടി നെറ്റും വിട്ട് വെള്ള വസ്ത്രം ധരിച്ച് നിൽക്കുന്ന കണ്ട ഇതിന്റെ ഒക്കെ ഫോട്ടോ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കല്യാണം കഴിക്കാനാണോ വന്നിരിക്കുന്നത് എന്ന് തോന്നിക്കും. നിങ്ങളുടെ കല്യാണ വസ്ത്രത്തിന്റെ ഒരു പുണ്യാസ്വാദനമാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോയതാണ് ഇതുപോലെ. ഇത് ശരിക്കും ഒരു കല്യാണമാണ്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇതൊരു കല്യാണമാകാൻ കാരണം? മംഗളകരമായ സംഭവം കാരണം ജീവിതത്തിൽ ഇതുപോലെ തലയിൽ പൂവെച്ച് ഗൗണൊക്കെ ഇട്ട് നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പോലെ 3 കൂതാശകൾക്കായിട്ട് നിങ്ങൾ വരും. 3 പ്രാവശ്യം ഇങ്ങനെ വരും ജീവനോടെ. ആദ്യം വരുമ്പോൾ മാമോദീസ സ്വീകരിക്കാനാണ്. അപ്പോൾ അച്ഛൻ തലയിൽ ഒരു കീഴപ്പിച്ചു. അന്നൊരു കല്യാണമായിരുന്നു. നിങ്ങൾ തിരുസഭയെ വധുവായി വരനായിട്ട് സ്വീകരിച്ചു. പരിശുദ്ധ സഭയെ അന്ന് നിങ്ങൾ ആരെ സ്വീകരിച്ചത്? പരിശുദ്ധ സഭയെ സ്വന്തമാക്കി. അതൊരു വിവാഹമായിരുന്നു. ഇനി നിങ്ങൾ രണ്ടല്ല, ഒരു ശരീരമാണ്, തിരുസഭയുടെ ഭാഗമാണ്. അതാണ് മാമോദീസായിൽ ഇതുപോലെ തിരിപിടിച്ച് തലയിൽ പൂവെച്ച് വെള്ളവസ്ത്രം ധരിച്ച് ഈ പള്ളിയിൽ വന്ന് നിങ്ങൾ മനോഹരമായ വിവാഹം നടത്തി തിരുസഭ നിങ്ങളുടെ സ്വന്തമാണ്. ഇന്ന് തലയിൽ പൂവെച്ച് വെള്ളവസ്ത്രമിട്ട് കയ്യിൽ തിരിയൊക്കെ പിടിച്ച് വീട്ടിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് ആരാണ് നിങ്ങളുടെ സ്വന്തമാകുന്നത്? ഇന്ന് കർത്താവ് നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾ രണ്ടല്ല, ഒരു ശരീരമാകും. അച്ഛൻ പറയുകയാണ് അപ്പോഴത്തെ, ഇനി നിങ്ങൾ രണ്ടല്ല, ഒരു ശരീരമാണ്. കർത്താവിന്റെ ശരീരമായി നിങ്ങളുടെ ശരീരം മാറും. നിങ്ങൾ കർത്താവുമായിട്ട് അഭേദ്യമായിട്ടാണ് ബന്ധപ്പെടും. അതിനെയാണ് സ്വർഗീയ വിവാഹം ഇന്ന് നടക്കാൻ പോകണം. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ, ഏതാനും വർഷം കഴിയുമ്പോൾ ഈ പള്ളിയിൽ നേരെ ജീവിച്ച ഈ പള്ളിയിൽ നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് അന്ന് ഒരു പയ്യനെയോ അല്ലെങ്കിൽ പെണ്ണിനെയോ നിങ്ങളുടെ വധുവായിട്ട് വരനായിട്ട് ഇവിടെ കൊണ്ടുവരും. വെള്ള വസ്ത്രമൊട്ട് ഗൗണൊക്കെ ഇട്ട് ഇങ്ങനെ തന്നെ വരും. എന്തിനാണ്? ആ വ്യക്തിയെ പറ്റി അച്ഛൻ പറയും, ഇനി നിങ്ങൾ രണ്ടല്ല, ഒരു ശരീരമാണ്. രണ്ടുപേരും ഒന്നായി മാറുന്ന വിവാഹത്തിന് ഇതുപോലെ നിങ്ങൾ വരും. അത് കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കാൻ മാമോദീസായെ പറ്റിയ വരപ്രസാദം ആദ്യമായി സൃഷ്ടിച്ചിട്ട് യേശു സ്നേഹം, കല്യാണത്തിന് കാണിച്ച വിശ്വസ്തത, അതിന്റെ കണക്ക് പറയാൻ നിങ്ങൾ വരികയില്ല. നിങ്ങളെ മറ്റുള്ളവർ എടുത്തുകൊണ്ട് വരും. അപ്പോഴും നിങ്ങളുടെ തലയിൽ ഒരു കിരീടം ഉണ്ടാവും, വെള്ളക്കുപ്പായായി കയ്യിൽ പൂവ് വീശുണ്ടാവും, മൂക്കിൽ പഞ്ഞിയുണ്ടാവും. അന്ന് നിങ്ങളെ സ്വർഗം സ്വന്തമാക്കും. അതൊരു കല്യാണമാണ്. നമ്മുടെ സ്വർഗം നമ്മുടെ സ്വന്തമാണ്. അമ്മ റെഡിയായിട്ടിരിക്കുകയാണ്. തലയിൽ പൂവൊക്കെ വെച്ച് സ്വർഗം സ്വന്തമാണ്. ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി നടക്കുന്ന
ഒരു വിവാഹത്തിന്റെ മംഗളകരമായ ആനന്ദത്തിലാണ് നിങ്ങൾ. ഇന്ന് ഈശോ നിങ്ങളുടെ സ്വന്തമാവുകയാണ്. ഞാൻ കസനയുടെ അന്നത്തെ നിങ്ങളോട് പറഞ്ഞല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊറിയന്ത്യർക്കെഴുതിയ ലേഖനം ആ പയ്യനോട് വായിച്ച് ആലോചന ചെയ്യുന്ന പയ്യൻ അയോഗ്യതയോടെ ഓർത്തിരുന്നു. അയോഗ്യതയോടെ ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ തന്റെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആത്മശോധന ചെയ്യാതെ അയോഗ്യതയോടെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, ആത്മശോധന എന്നത് ശരിക്കും കുമ്പസാരമാണ്, ആത്മാവിനെ ശുദ്ധിയാക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കഥ പറയാം കേട്ടോ. ഈ കഥ ഓർക്കുന്നു. ഇപ്പോ ഫോട്ടോ എടുക്കുന്നതിന്റെ, ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നതിന്റെ, മേക്കപ്പ് ഒഴിച്ചു പോകുന്നുള്ള ജാഗ്രത ഇല്ലാതെ ചിലർ അങ്ങനെ ഡിസ്ട്രാക്റ്റാണ്. ഇതൊന്നും കേട്ടിട്ട് എല്ലാം പറഞ്ഞാൽ ഈ കഥ നടക്കുന്നത്. ഒരിക്കൽ ഒരു രാജാവിന് സുന്ദരനായ രാജകുമാരനുണ്ടായിരുന്നു. നമ്മൾ വിദേശത്തെ കണ്ടിട്ടുണ്ട്. 18 വയസ്സായി കഴിഞ്ഞാൽ ദിബു സെലിബ്രേറ്റ് ചെയ്യും. 18 വയസ്സായി ആ പെണ്ണ് ഫ്രീ ആയി, ചർക്ക ഫ്രീ ആയി. അവനെ അവളുടെ ബോയ് ഫ്രണ്ടിനെ എക്സ്പ്രസ് ചെയ്യാൻ എല്ലാവരും മുന്നിൽ പ്രകടിപ്പിക്കാം. അവൾ പക്വതയുള്ളവനായി 18 വയസ്സിൽ സെലിബ്രേഷനാണ്, ദിബു സെലിബ്രേഷൻ. ഞാൻ വിദേശത്തായിരുന്നു. ആ സെലിബ്രേഷൻ ഒത്തിരിയേറെ പങ്കെടുത്തിട്ടുണ്ട്. വലിയ സെലിബ്രേഷനാണ്. അതുപോലെ വലിയ പോസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഏറ്റവും മനോഹരമായിട്ട് ആ കുട്ടീനെ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യും. രാജാവ് തന്റെ രാജകുമാരനെ പ്രസന്റ് ചെയ്യേണ്ട സമയം അവർക്ക് 18 വയസ്സായി. അപ്പൊ രാജകൊട്ടാരം വലിയ സുന്ദരമായ കൊട്ടാരം. പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. പക്ഷേ രാജകുമാരന്റെ ദിബുവിന്റെ അന്ന് ബർത്ത്ഡേയുടെ ഈ രാജാവ് ഒരു അന്വേഷണത്തെ നടത്താണ്. രാജാവ് പറഞ്ഞു, എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേയുടെ അന്ന് എന്റെ പ്രജകൾക്കെല്ലാം കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം. അത് കേട്ടു ആളുകൾ ഞെട്ടിപ്പോയി. രാജാവിന്റെ കൊട്ടാരം ആദ്യമായിട്ട് കാണാൻ പോവാല്ലേ. അപ്പോഴാണ് രാജാവിന്റെ അടുത്ത പ്രഖ്യാപനം, നിങ്ങൾ കൊട്ടാരത്തിൽ പ്രവേശിക്കുക തന്നെയല്ല, നിങ്ങൾ കൊട്ടാരത്തിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഉള്ള കൊട്ടാരം അലങ്കരിച്ച സ്വർണം, രത്നം, വജ്രം, എമറാൾഡ് എല്ലാം വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിട്ട് അതൊന്നും എവിടെ നിന്ന് തൊടുന്നോ അത് നിങ്ങൾക്ക് സ്വന്തമോ ഗിഫ്റ്റായിട്ട് കൊടുക്കണമോ. കൊട്ടാരം അലങ്കരിച്ച് വെക്കുന്നത് സ്വർണമുണ്ട്, രത്നമുണ്ട്, വജ്രമുണ്ട്, വൈഡൂര്യമുണ്ട്. എവിടെ നിങ്ങൾ തൊടുന്നോ അത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുക. അതാണ് സമ്മാനം. ജനങ്ങൾ എക്സൈറ്റഡ്. നേരം വെളുക്കാൻ ആ ദിവസത്തിന്റെ എല്ലാവരും കാത്തിരുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പേ ആ രാജ്യത്തെ പ്രജകളെല്ലാം വന്ന് കൊട്ടാരത്തിന്റെ ചുറ്റും തമ്പടിച്ചു. സമയമായി. രാജകിങ്കരന്മാർ വന്നു. കൊട്ടാരത്തിന്റെ വാതിൽ തുറന്ന ഉടനെ സകലരും കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറി. അവർ ഓടിച്ചെന്ന് സ്വർണത്തുമ്മ തൊട്ടു, രത്നത്തുമ്മ തൊട്ടു, വജ്രത്തുമ്മ തൊട്ടു, വൈഡൂര്യത്തുമ്മ തൊട്ടു. ഏറ്റവും വില കൂടിയ എല്ലാം തൊട്ട് നിൽക്കാറ്. കാരണം കുറച്ച് കഴിഞ്ഞാൽ അത് പറിച്ചെടുത്തോണ്ട് പോവാം. അവർക്ക് സ്വന്തമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവളെ നിന്നു. അവൾ ഒരു സ്ഥലത്തിൽ കൂടി പോയില്ല. അവൾ അവിടെ നിന്നു. എന്റെ കുടുംബത്തും വേണ്ടേ. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും തിരക്ക് കഴിഞ്ഞ് കൊച്ചിൽ നിന്നു. അവൾ ചെന്ന് രാജകുമാരനെ തൊട്ടു. രാജകുമാരനെ തൊട്ടാൽ അവൻ എന്റെ സ്വന്തമാവും, ഈ രാജ്യം എന്റെ സ്വന്തമാവും എന്ന് ബുദ്ധിയുള്ള ആ പെൺകൊച്ചിന് അറിയാൻ മതി. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ പള്ളി നടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ദൈവത്തെ, എല്ലാം നിങ്ങൾക്ക് തരാൻ കഴിവുള്ള ദൈവം നിങ്ങളുടെ സ്വന്തമായി മാറുകയാണ് ഇന്ന്. അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. എല്ലാം തരാൻ കഴിവുള്ള ദൈവം. നിങ്ങൾ വലുതാവുമ്പോൾ കേൾക്കും. ഞാൻ ചിലവരോട് പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇന്ന് നിങ്ങൾ ചെറുപ്പക്കാരെ കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കും, he cheated me, she cheated me.
അവൻ എന്നെ ചതിച്ചു, അവൻ എന്നെ വഞ്ചിച്ചു. കാരണം മനുഷ്യന്റെ സ്നേഹം നിസ്സാരമുള്ളൂ, പക്ഷെ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും പിരിഞ്ഞു പോകില്ല. ആ സ്നേഹം എല്ലാ കാലത്തും നിലനിൽക്കുന്ന സ്നേഹമാണ്. അങ്ങനെ ഇന്നു മുതൽ നിങ്ങളുടെ സ്വന്തമായി, കളിക്കൂട്ടുകാരനായി, നിങ്ങളുടെ സഹായിയായി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും നൽകാൻ പറ്റാത്ത സ്നേഹം തരാൻ കർത്താവ് നിങ്ങളുടെ കൂടെ കൂടുകയാണ്. നിങ്ങൾ കർത്താവിനൊപ്പം കൂടുകയാണ്. നിങ്ങൾ തമ്മിൽ ഒരു വിവാഹം, അഭേദ്യമായ പിരിയാത്ത ബന്ധം സ്വീകരിക്കുകയാണ്. പെണ്ണും ചെറുക്കൻ കല്യാണത്തിന് മാറ്റം പറയും, ഇനി നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമാണ്. ഇന്ന് നിങ്ങൾ നോക്കിയിട്ട് അച്ഛനും പറയുന്നത് ഇതാണ്, ഇനി മുതൽ കർത്താവ് നിങ്ങളും രണ്ടല്ല ഒരു ശരീരമാണ്, ഒരു ശരീരം. അതുപോലെ ജീവിക്കും. ആ ദൈവത്തെ ചതിക്കാതിരിക്കുക, അവിശ്വസ്തത കാണിക്കാതിരിക്കുക, ബ്രേക്കപ്പ് ആവാതിരിക്കുക, ഡിവോഴ്സ് ചെയ്യാതിരിക്കുക, കല്യാണം പിരിയുന്നത് പോലെ കാണിക്കാതിരിക്കുക. അങ്ങനെ വിശ്വസ്തയായിട്ട് ജീവിച്ച് നമ്മുടെ കർത്താവിന്റെ സ്വന്തമായി ജീവിക്കുക. അതിനുള്ള കൃപ നിങ്ങൾക്ക് നൽകട്ടെ. അങ്ങനെ നിങ്ങളുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കഴിവ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദൈവം നൽകട്ടെ. അതിനെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കും.